അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പം ഞാൻ ഒരു മാസം കൂടിയിട്ട് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എണീറ്റൊക്കെ നല്ല താമസിച്ചിട്ടാണ്. എണീറ്റ് ഞാൻ ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ അന്ന് ഒരുക്കി വെച്ചിട്ട് പോയ, അതായത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയ കൂണാണ് ഇപ്പോൾ അതൊക്കെ വിരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന് കഴിയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ, അത് പറിക്കാനും പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഓരോ പരിപാടി. പിന്നെ കൂട്ടത്തിൽ വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് അന്ന് പാക്ക് ചെയ്തതും അത് സ്റ്റിക്കർ ഒട്ടിച്ചതും എല്ലാം. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ കൂടിയിട്ടാട്ടോ പുറത്ത് പോകുന്നത്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. പോയ വഴിക്കൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല മഴയായിട്ടോ. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് തോർന്ന് കഴിഞ്ഞപ്പോൾ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു മോഹം പായസം കുടിക്കണം. ഈ പായസം കുടിക്കാൻ അതിൻ്റെ തലേന്ന് മോഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല, പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പം ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പായസമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വീണ്ടും ഫുഡിന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂണ് കറി തന്നെ വെക്കാം, അത് ഫ്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആട്ടോ അങ്ങനെയാണ് അത് ഉണ്ടായി വരുന്നത്. പിന്നെ ഞാനതൊക്കെ പറിച്ചിട്ട് വന്നിട്ട് വാഷ് ചെയ്ത് ഇങ്ങനെ പിച്ചി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അത് ഫ്രൈ പോലെ ആക്കിയെടുക്കുക. നല്ല രസമായിട്ടോ. ഫുഡ് ചോറിൻ്റെ ഒപ്പം കഴിച്ചില്ലെങ്കിലും ചുമ്മാ കഴിക്കാനും നല്ല രസം. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെയാട്ടോ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇപ്പോൾ കഴിച്ചതും അങ്ങനെയാണ്. 2-3 വട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ആ ഫ്രൈ ആയിട്ട് വരുന്ന പരിവ. നമ്മൾ എത്ര കൂടുതലെടുത്താലും കുറച്ചുണ്ട്. പിന്നെ അതൊക്കെ കൂട്ടി നല്ല ചൂട് ചോറ് കഴിച്ചിട്ട് പിന്നെ കിടക്കുന്നത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ചെറിയൊരു കൊച്ചാണ്. അപ്പോൾ അവൾക്കൊരു ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തയ്ക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം മെറ്റീരിയലൊക്കെ വെട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം വെട്ടി. അപ്പോൾ ഇതിനകത്തൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇതിങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം വെട്ടി വെച്ചിട്ട് എൻ്റെ പരിപാടികൾ ഇത്ര ഞാൻ ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.